ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MCS 207 ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. ഇത് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്. അങ്ങനെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാ സ്റ്റോർ ആകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡാറ്റ കമ്പ്യൂട്ടറിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാ സ്റ്റോർ ആവണമെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ സ്റ്റോറിംഗ് കപ്പാസിറ്റിനെയാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് യൂസേഴ്സ് നമ്മൾ എന്ന് പറയുന്നത് യൂസേഴ്സ് ആണ്. അപ്പൊ യൂസേഴ്സിന് ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 207 നമുക്ക് പഠിക്കാനുള്ളത് 4 ബ്ലോക്സ് ആണ്. 4 ബ്ലോക്സിൽ നമുക്ക് ഓരോ ബ്ലോക്കിലും 3-4 യൂണിറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡാറ്റാബേസിന് ചെറിയൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, DBMS എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ DBMS ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഇവിടെയാണ് നമ്മുടെ ഡാറ്റാബേസ് വരുന്നത്. അതായത് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇതിനകത്ത് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ആപ്പ്, ഒന്നില്ലെങ്കിൽ ആപ്പുകളായിരിക്കും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്സിലേക്കായിരിക്കാം, അല്ലെങ്കിൽ യൂസേഴ്സിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലയൻസോ ആപ്പോ എനിക്കൊക്കെ ഡാറ്റനെ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് നമ്മുടെ ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സിസ്റ്റം ആണ് ദാറ്റ് മാനേജസ്, സ്റ്റോർസ് ആൻഡ് ഡിലീറ്റ്, അപ്ഡേറ്റ് ഡാറ്റ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു DBMS എന്ന് പറയുന്നത് ഈ ഒരു ആപ്പും യൂസേഴ്സ്, അതായത് ഡിഫറെന്റ് ക്ലയൻസും അതുപോലെ തന്നെ ഡാറ്റാബേസും തമ്മിലുള്ള ഒരു ഒരു ബ്രിഡ്ജ് പോലെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു DBMS ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ബ്ലോക്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ യൂണിറ്റ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വരണേക്കാളും മുന്നേ നമ്മൾ നോർമലി നമ്മുടെ ഇച്ചിരി കൂടെ ഒരു പഴയ വേർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഫയലിനകത്താണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെ? നമ്മൾ മാനുവൽ ആയിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാം. ഇപ്പൊ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് നോർമലി സ്റ്റോർ ചെയ്യുക? ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്ററിനകത്ത് ഇപ്പൊ ഫാക്കൽറ്റീസിന്റെ ആണെങ്കിൽ നമ്മൾ എന്താണ് ആ രജിസ്റ്ററിനകത്ത് ഫാക്കൽറ്റി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ രജിസ്റ്ററിൽ ഫുള്ള് ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും. ആ ഫാക്കൽറ്റി എന്നാണ് ജോയിൻ ചെയ്തത്, അത് അവിടെ തന്നെ കറന്റ് വർക്കിംഗ് ആണോ, ഓരോ ദിവസത്തെ അറ്റൻഡൻസ്, അതുപോലെ തന്നെ ആ ഒരു ഫാക്കൽറ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റകൾ, അതായത് ഇപ്പൊ ആ ഫാക്കൽറ്റിക്ക് എന്നാണ് റിട്ടയർഡ് ആയിട്ട് ആ കോളേജിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് പോവുക എന്ന് തുടങ്ങിയിട്ടുള്ള എന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ള ഡേറ്റ് തുടങ്ങിയിട്ട് ആളെ എത്ര ആബ്സെന്റ് ആണെന്ന് വരെയുള്ള ഡീറ്റെയിൽസ് വരെ നമ്മൾ എന്താണ് ഈ ഒരു രജിസ്റ്ററിനകത്ത് നമ്മൾ മാനുവൽ ആയിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് സേവ് ചെയ്ത് വെക്കുക. ഇനി നമുക്കത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരു 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഫാക്കൽറ്റി അവിടുന്ന് മാറിപ്പോവാണ്. അപ്പൊ ആ ഫാക്കൽറ്റിക്ക് ഈ ഒരു രജിസ്റ്ററിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഒരു ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക, അല്ലെ? ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്ക് ഫയൽ എന്ന് പറയുകയാണെങ്കിൽ നോർമലി പേപ്പർ ആണ്. അപ്പൊ നമുക്കത് എന്താണ് എപ്പോ വേണമെങ്കിലും അത് ഡാമേജ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഓവർകം ചെയ്യണം. അതിനാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റകൾ വരാനായിട്ട് സാധിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു ഫാക്കൽറ്റിയുടെ അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഇപ്പൊ ഫാക്കൽറ്റി ബേസിസിൽ പറയുന്നത് മാത്രം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്കൂൾ ബേസിലെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്റെ ക്ലാസ്സിൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് 4 അല്ലെങ്കിൽ MC സ്റ്റുഡൻസിന്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞ MCAയില് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള MCA എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു കുട്ടിയുടെ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് റോൾ നമ്പർ എടുക്കണം, ആ കുട്ടിയുടെ ഡാറ്റ നോക്കി പേപ്പർ നോക്കി ഏത് പേജിലാണ് എടുക്കണമെന്ന് വരെ നമ്മൾ സെർച്ച് ചെയ്യണം. അതേസമയം ഇങ്ങനെ കുറെ ഇഷ്യൂസ് നമ്മുടെ ഫയൽ മാനേജ്മെന്റിന് വരുന്നുണ്ട്. ഈ ഇഷ്യൂസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂസർ തന്നെയാണെങ്കിലും കൂടെ നമുക്ക് എന്താണ് ഇവിടെ API ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ
ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇന്റർഫേസ് കാണുന്ന നമ്മുടെ സ്ക്രീനിൽ API ഫോർമാറ്റിലായിരിക്കും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു നമ്മളിപ്പോ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ക്രോം എടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡാറ്റ എൻട്രി ചെയ്യാമെന്ന് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗൂഗിൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൽ നിന്നാണ് ആ കണ്ടന്റ് നമുക്ക് ആ ഒരു ഡാറ്റ ഗൂഗിളിൽ പോയിട്ട് റിട്രീവ് ചെയ്ത് നമുക്ക് യൂസറിന് ആപ്ലിക്കേഷൻ വഴി ഇന്റർഫേസിൽ നമുക്കത് കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്താണ് DBMSന്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഇപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലോട്ട്സ് ഓഫ് ഡാറ്റേനെ എൻട്രി ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് യൂസറിന്റെ നീഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ നീഡ് അനുസരിച്ചിട്ട് ഡാറ്റനെ റിട്രീവ് ചെയ്ത് എടുക്കുന്നു. ഇനി അതേ സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റയെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് ഫയൽ ബേസ്ഡ് സിസ്റ്റം, ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിന്റെ ലിമിറ്റേഷൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ കുറിച്ചിട്ടുമാണ് നമുക്ക് വരുന്നത്. പിന്നെ DBMSന്റെ ഒരു സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അഡ്മിൻ പോർഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതിന്റെ ഒരു 3 ടയർ ആർക്കിടെക്ചർ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് DBMSന്റെ. അത് നമ്മൾ ലീഡർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിഫറെന്റ് ഡാറ്റ മോഡൽസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഇനി സെക്കൻഡിൽ വരുമ്പോൾ നമ്മൾ റിലേഷണൽ ഡാറ്റാബേസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ ഫയൽ സിസ്റ്റത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മള് ഡാറ്റാബേസിൽ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്റ്റുഡന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ മാത്രം ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ പെർട്ടിക്കുലർ കണ്ടന്റ് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് DBMSൽ നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ സാധിക്കും. ഓക്കെ, ഇപ്പൊ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ആ ഡാറ്റാബേസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് കോളേജിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിൽ മൊത്തം ഫുള്ള് സ്റ്റുഡൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ആ ഒരു സെക്ഷൻ ഫുള്ള് സ്റ്റുഡൻസിന്റെ ആയിരിക്കും. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫാക്കൽറ്റിയുടെ ആയിരിക്കും. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന് എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ബേസിസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താണ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് എന്താണ് ഐഡന്റിറ്റി റിലേഷൻ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കീകൾ വരുന്നുണ്ട്. കീസ് യൂസ് ചെയ്യാന്ന് നമുക്ക് പെർട്ടിക്കുലർ കണ്ടന്റിന് നമുക്ക് എടുക്കാൻ വേണ്ടി പിന്നെ അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനൊക്കെയാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്തത് തേർഡ് യൂണിറ്റിൽ വരുന്നത് എന്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. എന്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഡോഗിന് നമ്മൾ റിയൽ വേൾഡ് എന്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ്, ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഡോഗ് എന്ന് പറയുന്നത് അല്ലേ. ആ ഡോഗിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡോഗിന് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ ബിഹേവിയർ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കാം. ആളുടെ സ്ട്രക്ചറലി ആൾക്ക് കുറച്ച് ഡിഫറൻസ് ആണ് അല്ലെ. ഡോഗ് എന്ന് പറയുമ്പോൾ എന്താണ് 4 കാലുണ്ടായിരിക്കും, അതിനോട് ടെയിൽ ഉണ്ടായിരിക്കും, ഹെഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് കണ്ണ് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്. അതാണ് അതിന്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്. ഇനി അതിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അതിന്റെ ബിഹേവിയർ ഉണ്ട്. ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡോഗ് എപ്പോഴും എന്താണ് ബാർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡോഗിന്റെ ബാർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് അതിന്റെ ബിഹേവിയറൽ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഒരു ഇതിനെയൊക്കെയാണ് നമ്മൾ എന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു എന്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഡോഗ് എന്ന് പറയുന്നത് ഒരു എന്റിറ്റി ആണ്. അതിന് ബിഹേവിയറൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഓരോന്നിനും അതിന്റെ കമ്പോണൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു കോളേജ് അതൊരു എന്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ആ കോളേജിനകത്ത് നമുക്ക് എന്തൊക്കെ വരാം, ഫാക്കൽറ്റീസ് ഒരു സെക്ഷൻ ആണ്. ഇനി അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെക്ഷൻ ആണ് ഫാക്കൽറ്റി വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കോളേജിലെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ആണ്. അപ്പൊ അത് ഒരു കമ്പോണന്റ് ആണ്. കോളേജ് എന്ന് പറയുന്ന എന്റിറ്റിയുടെ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വരും, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് വരാം, സ്റ്റുഡൻസ് വരാം.
പിന്നെ നമുക്ക് അതിന് അഡ്വർടൈസ്മെന്റിന്റെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കോളേജിനെ അഡ്വർടൈസ് ചെയ്യാനായിട്ട് വേറൊരു സെക്ഷൻ ആണെങ്കിൽ അതും ഒരു എന്താണ് നമുക്ക് ഒരു കമ്പോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിനൊക്കെയാണ് ഇവിടെ നമുക്ക് എന്താണ് വേരിയസ് കമ്പോണന്റ്സ് എന്ന് പറയുന്നത്. ഇനി ER ഡയഗ്രം എന്ന് പറയണമെങ്കിൽ എൻറ്റിറ്റി റിലേഷണൽ ഡയഗ്രം ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രൊജക്റ്റിനൊക്കെ ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഇനി ER ഡയഗ്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് നമ്മൾ എൻറ്റിറ്റീസ് നമ്മൾ നോർമലി സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ അൽഗോരിതം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അൽഗോരിതം പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻപുട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട് അറിയാലേ. അതുപോലെ തന്നെയാണ് നമുക്ക് ER ഡയഗ്രം വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് മനസ്സിലാവാനും സാധിക്കുന്നതാണ് ER ഡയഗ്രാംസ്. എൻറ്റിറ്റി റിലേഷണൽ ഡയഗ്രാംസ് എന്നാണ് അതിനെ പറയാം. ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഒരു ഡയഗ്രത്തിന് ഡാറ്റാബേസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതുപോലെ തന്നെ ER മോഡലിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ. പിന്നെ WER ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 4 വരുമ്പോൾ ഈ ഒരു DBMSന്റെ ഫയല് അതിനകത്ത് എങ്ങനെയാണ് സ്റ്റോറിങ് നടക്കണേന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഹാർഡ് ഡിസ്കിനെ കുറിച്ചിട്ട് SSD നെ കുറിച്ചിട്ടും പിന്നെ അതിനകത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഓരോ ഫയൽസ് ഓർഗനൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് വെക്കുക. ഇതിപ്പോ ഫയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്നതായിരിക്കും ഒരു ഫയലായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് പോയിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടേബിൾ ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു ടേബിളിനകത്ത് എന്താണ് ഫുള്ളും ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ ഓരോ രീതിയിലാണ് നമ്മൾ ഫയൽസിൽ ഡാറ്റകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ. പിന്നെ അത് ഇൻഡെക്സ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലെ? നമ്മളിപ്പോ ഒരു ഏതൊരു ബുക്ക് നമ്മൾ ടെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ബുക്കിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഇൻഡെക്സ് പേജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇൻഡെക്സ് രീതി യൂസ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു പോയിട്ടുള്ള കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന ടേബിളിനകത്ത് നിന്ന് ഇന്ന ആളിനെ എടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻഡെക്സ് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. ഇനി മൾട്ടിപ്പിൾ കീ ഫയൽ ഓർഗനൈസേഷൻ, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കീ യൂസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ പ്രൈമറി കീ വരുന്നുണ്ട്, കാൻഡിഡേറ്റ് കീ, അങ്ങനെ കുറച്ച് മെയിൻലി ആയിട്ടുള്ള കീസ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് അതും. അപ്പൊ ഇതിനകത്ത് പ്രൈമറി കീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ആയിട്ട് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. ആ ഒരു ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല, അതിനാണ് പ്രൈമറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ കീ ഉണ്ട്, അതായത് ഈ ഒരു ഡാറ്റന് വേറൊരു ടേബിളിലേക്ക് ആക്സസിങ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോറിൻ കീസ്. അതൊക്കെ നമ്മൾ ആ ഒരു സെക്ഷൻ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുക. ഇപ്പൊ ജസ്റ്റ് എന്താണെന്നുള്ള ഒരു ഓവറോൾ ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് ബ്ലോക്ക് 1 വരുന്ന സെക്ഷൻസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 2 സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 നമ്മൾ നോക്കുന്നത് ഡാറ്റാബേസ് നോർമലൈസേഷൻ ആൻഡ് ഡാറ്റാബേസ് ക്വറി ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഡാറ്റാബേസിനകത്ത് നമ്മളിപ്പോ നോർമലി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച ആൾക്കാരാണ് അല്ലെ? അപ്പൊ പ്രോഗ്രാമിംഗ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ സിന്റാക്സ് പഠിക്കുന്നത്, ദെൻ അതിന്റെ ബേസിസിൽ നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. ഈ ഒരു ഡാറ്റാബേസിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഡിനെ ക്വറി ബേസിസിലാണ് നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്വറിക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കോഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേഷനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡാറ്റാബേസിന്റെ അപ്പൊ നമ്മൾ ഈ ഒരു ക്വറി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഡാറ്റ നോർമലൈസ് ചെയ്തെടുക്കും. അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോർമലൈസേഷൻ വരുന്നുണ്ട്. 1NF 2NF എന്ന് പറഞ്ഞിട്ട് 4NF വരെ ഉണ്ട്. 5NF ഒക്കെ നോർമലൈസേഷൻ വരുന്നതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമല്ല, അതായത് അതിന്റെ ഇന്റഗ്രിറ്റിയും അതിന്റെ ഫംഗ്ഷൻ ഡിപെൻഡൻസി അല്ലെങ്കിൽ ഒരു നോർമലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കിയിട്ട് അതുപോലെ തന്നെ അതിന് സിംഗിൾ കീ യൂസ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിലുള്ള കുറച്ച് റൂൾസുകൾ ഒബേ ചെയ്തുകൊണ്ട് നടക്കുന്നതിനാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ റിഡൻഡൻസി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ യൂണിറ്റ് 5 നോക്കുന്നത്. അപ്പൊ എന്താണ് എൻറ്റിറ്റി, അതിന്റെ ഇന്റഗ്രിറ്റി എന്താണ്, റെഫറൻഷ്യൽ, അതുപോലെ തന്നെ ഡിഫറെന്റ് അനോമലീസ് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. പിന്നെ ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഫംഗ്ഷൻ അത് ഏതിനും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് ടേംസുകളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് 5 നോക്കുന്നത്. ഇനി യൂണിറ്റ് 6 വരുമ്പോൾ നമുക്ക് 4NF 5NF ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇതിനകത്ത് ബാക്കിയുള്ള ജോയിന്റ് ഡിപെൻഡൻസി ഒക്കെ ഈ ഒരു നോർമലൈസേഷന്റെ ബേസിസിൽ വരുന്നതാണ്. പിന്നെ നോർമൽ ഫോംസ്, ഇത് നമുക്ക് മെയിൻ ആയിട്ട്
എന്താണ് ഈ ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഹൈ സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റേനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂണിറ്റ് 7 വരുമ്പോൾ ഇവിടെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അതായത് SQL നെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി ഡാറ്റാ ബേസിൽ ഡാറ്റനെ എൻ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡാറ്റനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വറി ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ എന്താണ് HTML പഠിക്കുമ്പോൾ HTML വേഴ്സസിലാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ C++, അങ്ങനെ ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അങ്ങനെ ഓരോന്നായിട്ടുള്ള ലാംഗ്വേജുകൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാബേസിന് യൂസ് ചെയ്യുന്നതാണ് SQL ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു SQL ലാംഗ്വേജിനകത്ത് നമുക്ക് എന്താണ് ഡാറ്റയുടെ ടേബിൾസ് ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയാനുണ്ടോ, ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ക്വറി നമുക്ക് പഠിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേഷൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ക്രിയേറ്റ് ടേബിൾ ദെൻ ടേബിളിനെ നെയിം, അങ്ങനെയാണ് നമ്മൾ ഡാറ്റയിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പേരിൽ ഇപ്പൊ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ പേരിൽ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ഇനി ആ ടേബിളിനകത്ത് നമ്മൾ വെറുതെ ഒരു ടേബിൾ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ആ ടേബിളിനകത്ത് നമുക്ക് ഇത്ര കോളം ഇത്ര റോ ഒക്കെ വേണമെങ്കിൽ ഡാറ്റകൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ടേബിൾ, എന്നിട്ട് നമ്മൾ ഏതാണ് സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്, ആ ഹെഡിങ്ങിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഓരോ റോസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ റോ വൈസ് ആയിട്ട് വരുന്ന ഡാറ്റകൾ അതിനകത്ത് എൻ്റർ ആയി പോകും. ഓരോ വൺ ദെൻ അതിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഫസ്റ്റത്തെ സീരിയൽ നമ്പർ ആയിട്ട് വരും, ദെൻ അടുത്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാ അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇൻസേർട്ട് വരുന്നത്. റിട്രീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പെർട്ടിക്കുലർ കണ്ടന്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ ചോദിക്കാം, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് ട്രിബ്യൂസസ് ആണ്, പിന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് നമ്മൾ SQL യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് അതിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാനുണ്ട്. ദെൻ ഇതിനകത്ത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഒന്നും കൂടെ പാർട്ട് 2 ആയിട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് സബ് ക്വറീസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസും പിന്നെ എന്താണ് ഡിഫൈൻ ആൻഡ് റൈറ്റ് SQL കമാൻഡ്സ് എഴുതാനൊക്കെ ആയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് SQL ബേസിസ് എടുക്കുമ്പോൾ നമുക്ക് കുറെ കമാൻഡ്സ് ആണ്, അതായത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു കമാൻഡ് ആണ്. അപ്പൊ അപ്ഡേറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള ക്വറീസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്വാൻസ്ഡ് SQL ആണ്. അഡ്വാൻസ്ഡ് SQL വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ വ്യൂസ് എങ്ങനെയാണ് ആ ഒരു SQL വ്യൂ ചെയ്യണത്, അല്ലെങ്കിൽ അതിന്റെ കമാൻഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഇതൊക്കെയാണ് നമ്മൾ കേഴ്സേഴ്സ്, ഡൈനാമിക് SQL, സാധാ SQL തമ്മിലുള്ളതും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ട്രിഗർ ഫംഗ്ഷനെ കുറിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് SQL പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ബേസിക്സ് ആയിട്ട് നോക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് 3ലേക്കാണ് വരുന്നത്. അപ്പൊ ബ്ലോക്ക് 3യിൽ നമ്മൾ നോക്കുന്നത് ഡാറ്റാബേസിന്റെ ട്രാൻസാക്ഷനും പിന്നെ ഒരു ക്വറി എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാനാണ് ഫസ്റ്റ് യൂണിറ്റ് 10ൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു ഡാറ്റാബേസിന്റെ ട്രാൻസാക്ഷൻ നോക്കുന്നുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട്, പിന്നെ കൺകറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട്, പിന്നെ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു കേസാണ്. അതായത് നമ്മളിപ്പോ ഡാറ്റ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രൂപ്പ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു എന്താണ് ജാവയിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഈ ഡെഡ് ലോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കുറച്ച് യൂസേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അറ്റ് എ ടൈമിൽ ഈ യൂസർ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിനെ ആ ഒരു കണ്ടന്റിനെ ഹോൾഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അതേസമയം മറ്റൊരാൾക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഡെഡ് ലോക്ക് വരിക. അപ്പൊ ഡെഡ് ലോക്ക് വരുമ്പോൾ സർക്കുലർ വെയിറ്റ് ആയിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ഡെഡ് ലോക്കുകൾ ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് സർക്കുലർ വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. സർക്കിളിലായിട്ട് ഒരാൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു, അടുത്ത ആളെ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ പല രീതിയിൽ. അതായത് നമ്മളിപ്പോ ഒരു നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു നിങ്ങൾ ലാബ് ചെയ്യുന്ന കുട്ടികളായിരിക്കുമല്ലോ. അപ്പൊ ലാബിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ ഒരാൾ പ്രിന്ററിന്റെ കണക്ഷൻ മുഴുവൻ എടുത്തിരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ഇങ്ങനെ അറ്റ് എ ടൈമിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ഡാറ്റ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ ആ വ്യക്തിക്ക്. അപ്പൊ അയാൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റേ ആൾ എന്താണ് പ്രിന്റ് ചെയ്ത് കൊടുത്തു, പക്ഷെ ആളുടെ കണ്ടന്റ് കിട്ടുന്നില്ല. കാരണം എന്താണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളുടെ കണ്ടന്റുകൾ ഇപ്പൊ 30 പേജ് ആണെങ്കിൽ ആ 30 പേജും പ്രിന്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് അടുത്ത ആൾക്ക് ഇപ്പൊ സ്റ്റുഡന്റ് 2-ന് ആ ആളുടെ പെർട്ടിക്കുലർ കണ്ടന്റ് പ്രിന്റ് ആയിട്ട് കിട്ടാനായിട്ട് അല്ലെ. അപ്പൊ അത്രയും നേരം ഇയാൾ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും.
അതേ സമയത്ത് തന്നെ വീണ്ടും അടുത്ത ആള് വീണ്ടും പ്രിന്റ് കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് കിട്ടണമെങ്കിൽ ഈ സെക്കൻഡാമത്തെ ആളുടെ പ്രിന്റിങ് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ ആൾക്ക് കിട്ടണം അല്ലേ. അപ്പൊ അറ്റ് എ ടൈമിൽ ഒരാൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മറ്റേ ആൾ ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെക്കാൻ നമ്മൾ എന്താണ് ഡെഡ് ലോക്കുകൾ വരുന്നത്. അപ്പൊ അതിന്റെ പ്രിവെൻഷനും എന്താണ് ഡെഡ് ലോക്ക് ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 11 ഡാറ്റാബേസ് റിക്കവറി, ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നതും അതിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞില്ലേ, ഫയൽ സിസ്റ്റം ആവുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കാൻ സെക്യൂർഡ് അല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് ഫയൽ, അതായത് ആ പെർട്ടിക്കുലർ രജിസ്റ്റർ തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതേസമയം ഇവിടെ നമുക്ക് അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് സെക്യൂർഡ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ബേസിസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് യൂണിറ്റ് 12 ക്വറി പ്രോസസ്സിംഗും അതിന്റെ ഇവാലുവേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വറി പ്രോസസ് ചെയ്യുക, അതിന്റെ റിലേഷൻ ആൾജിബ്രയുടെ ബേസിസിൽ അതിന്റെ ഓപ്പറേഷൻസ്, അൽഗോരിതംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനെ എങ്ങനെ ക്രിയേറ്റ് മോഡിഫൈ ചെയ്യുന്നതും ആ ഒരു പെർട്ടിക്കുലർ ക്വറിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് ക്വറിയുടെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് മോഡൽസിനെ കുറിച്ചാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ DBMS കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ അടുത്തതെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷനിൽ നമുക്ക് ഈ യൂണിറ്റ് പഠിക്കാനുണ്ടായിരുന്നു. ഊപ്സിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ കഴിഞ്ഞ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു പേപ്പറിന്റെ ബേസിസിലാണ് നമുക്ക് ആ ഒരു ബേസിസ് ഒക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരും. അപ്പൊ ഈ ആ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് എൻറ്റിറ്റിനെ മാറി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ബേസിസിൽ അതിനെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 14 ആണ്. ഇതിനകത്ത് ഡാറ്റ വെയർ ഹൗസിങ്ങിനെ കുറിച്ചിട്ടും ഡാറ്റ മൈനിങ്ങിനെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ ഡാറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ വെയർ ഹൗസ്. ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് കുറച്ച് മെമ്പേഴ്സ് സ്റ്റേ ചെയ്യല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ കുറച്ച് കളക്ഷൻ ഓഫ് ഡാറ്റേനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും അവിടെ സ്റ്റോർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ്സും പിന്നെ അതിന്റെ ഡിസ്കസിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള ഡാറ്റ വെയർ ഹൗസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇനി ഡാറ്റ മൈനിങ്ങിനെ കുറിച്ച് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, അപ്രോച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇനി യൂണിറ്റ് 15 നോ SQL ഡാറ്റാബേസ് ആണ്. നോ SQL എന്ന് പറയണമെങ്കിൽ നോട്ട് ഓൺലി SQL ഡാറ്റാബേസ്, പിന്നെ SQL ഡാറ്റാബേസ് അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഗ്രാഫ് ബേസിസിൽ, അതായത് DBMSന്റെ വേറൊരു, അതായത് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ കണ്ടന്റ്, അതായത് ഗ്രാഫ് വൈസ് ആയിട്ട് സ്റ്റോർ ചെയ്യാം, ടേബിൾ വൈസ് ആയിട്ട് നമ്മൾ DBMSൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഡോക്യുമെന്റ് വൈസിൽ സ്റ്റോർ ചെയ്യണതോ, അല്ലെങ്കിൽ ഒരു കോളം വൈസിൽ സ്റ്റോർ ചെയ്യണതോ, അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രാഫ് വൈസ് അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണതാണ് നമ്മൾ നോട്ട് ഓൺലി SQLന്റെ ലിസ്റ്റിൽ പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതിന്റെ കീ വാല്യൂ, പെയർ ചെയ്യണ കീ വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് നമ്മൾ അതും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ യൂണിറ്റ് 15 എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി SQL ആയിട്ടുള്ള ഡാറ്റാബേസുകൾ ഏതൊക്കെയാണ് അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 16 നമുക്ക് പറയുന്നത് എമേർജിംഗ് ഡാറ്റാബേസ് മോഡൽസ്. ഇനി എമേർജിംഗ്, ഈ ഒരു ഡാറ്റാബേസ് മോഡലിനെ എമേർജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് XML ബേസിസിലാണ് നമ്മളിവിടെ ഡാറ്റേനെ എൻട്രി ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കുറച്ച് ഡാറ്റ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ ടേബിൾ വൈസിന്റെ ക്വറീസ് നമ്മൾ നോക്കി. ഇനി ഒരു ഇതിനെ നമ്മൾ എമേർജ് ചെയ്യാനായിട്ട്, അപ്പൊ നമ്മൾ മെയിൻലി SQL പ്രോഗ്രാംസ്, DBMS പ്രോഗ്രാംസ് നമ്മൾ മെയിൻലി റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ SQL പ്ലാറ്റ്ഫോംസ് ആണ്, അതായത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റില് ബ്ലാക്ക് സ്ക്രീനിലെ കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ MySQL ആയിട്ട് MySQL ഓൺലൈൻ റണ്ണർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ DBMSന്റെ പ്രോഗ്രാമിംഗ് റൺ ചെയ്യും. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് XML വേർഷനിലാണ്. അതായത് നമ്മൾ HTML പ്രോഗ്രാമിംഗ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. അപ്പൊ HTML എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് നമ്മൾ ടാഗ് യൂസ് ചെയ്ത് പഠിക്കണം അല്ലെ. അപ്പൊ HTML എന്താണ്, ഡൈനാമിക് കണ്ടന്റ് ആണ്, ഡിസ്പ്ലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ XML കേസ് പറയാൻ നമുക്ക് എന്താണ് നമുക്ക് വരുന്നത് ഡാറ്റേനെ ക്യാരി ചെയ്യാം. അതായത് നേരത്തെ കേസിൽ
ഡാറ്റ എങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്യണമെന്നായിരിക്കും കാണിക്കുക. കൂടുതലും അതിന്റെ വിഷ്വലൈസേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. ഡാറ്റ നല്ല എന്താ പറയാ വലിയ ഹെഡിങ് ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് കളേർഡ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് മാർക്കി പോലെ ഇങ്ങനെ സ്ക്രോളിംഗ് ആയിട്ട് വരിക. അങ്ങനെ ഡിസ്പ്ലേക്കാണ് HTML ബേസിസിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതേസമയം XML നോക്കുമ്പോൾ ഡാറ്റ എന്താണോ ഡാറ്റ അത് അങ്ങനെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരിക. ക്യാരിങ് മെസ്സേജിനെയാണ്, ആ ഒരു ക്യാരിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് XML നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നോർമലി നമ്മുടെ HTML കോഡ് എഴുതുന്ന പോലെ തന്നെ ടാഗ് വെച്ചിട്ട് തന്നെയാണ് XML ക്വറീസ് ചെയ്യുക. അപ്പൊ XML ക്വറി സ്റ്റാർട്ട് ചെയ്യണത് ടാഗ് ഞാൻ ഒരു മിനിറ്റ് എഴുതി കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് വരുമ്പോ ടാഗ് യൂസ് ചെയ്യണത് ഓപ്പൺ ടാഗ് ഉണ്ടായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ദെൻ XML നമ്മൾ എഴുതും. ഓക്കെ, XML ഇങ്ങനെയാണ് നമ്മൾ XMLന്റെ ക്വറി സ്റ്റാർട്ട് ചെയ്യണത്. ആ XML ക്വറി എങ്ങനെയാണ്, ഏത് വേർഷനിലാണ് എഴുതുന്നത് അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുക. അപ്പൊ നമ്മൾ നോർമലി HTML ക്വറി എഴുതുമ്പോൾ എങ്ങനെയാണ് HTML5 ആണെങ്കിൽ അല്ലെങ്കിൽ ഡോക് ടൈപ്പ് HTML എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാഗിന്റെ ഉള്ളിൽ HTML എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ XML വേർഷൻ 1. വേർഷൻ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 1.0 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വേർഷനിലുള്ള പ്രോഗ്രാം ആണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് എൻകോഡിങ് അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിനെ കൂടെ ടാഗ് ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് ഇവിടെ കോഡ് ക്ലോസ് ആകുമ്പോൾ നമ്മൾ നോർമലി HTML ചെയ്യുന്ന പോലെ തന്നെ ക്ലോസിംഗ് ടാഗ് വെച്ചിട്ട് ആ കോഡിനെ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ XML പ്രോഗ്രാം എഴുതുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചൊരു കണ്ടന്റ് മാത്രമേ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം, ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് നോക്കാം. പിന്നെ എന്താണ് ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ്, ബ്ലോക്ക് ചെയിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൾട്ടിമീഡിയ ഡാറ്റാബേസിനെ കുറിച്ച്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയാസിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിന് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട്, പിന്നെ ഒരു വെബ് ബേസിൽ എങ്ങനെയാണോ വെബ് ആപ്ലിക്കേഷൻ ആയ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ. കൂടുതലും നമുക്ക് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഡാറ്റനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ എങ്ങനെ എമോവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു യൂണിറ്റ് 16 കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പ്രോഗ്രാമിംഗ് ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 16 യൂണിറ്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 4 ബ്ലോക്സിലായിട്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ക്വറി ബേസിസ്, നമുക്ക് കുറച്ച് ക്വറി സിൻടാക്സുകൾ പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ നമുക്ക് നോർമലി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നമ്മൾ ആ സിൻടാക്സ് മാത്രം, ക്വറിയുടെ സിൻടാക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വറീസ് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അത്രയും ഈസി ആയിട്ടുള്ളതാണ്. കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റ് 1 കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.